സംഭവം എന്ന് വെച്ചാൽ കുളിപ്പിച്ച് കുഞ്ഞിനെ കൊല്ലുക എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് തന്നെ എൻ്റെ ഈ മേശയുടെ അവസ്ഥ. ഞാൻ പറഞ്ഞ സമയത്ത് നോർമൽ മേശയായിരുന്നു ഇതിനെ. എൻ്റെ കലാവിരുദ്ധകൾക്ക് ശേഷം എന്താ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയല്ല കണ്ടോ, കഴിഞ്ഞ 1.5 വർഷം മുന്നേ ഞാൻ ഒട്ടിച്ച സ്റ്റിക്കർ ഇളക്കി പറക്കി ഞാൻ ഇങ്ങനെയാക്കി. ഇനി പുതിയ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് പുതിയ സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ട്. 4 എണ്ണം 120 രൂപയ്ക്കാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. അങ്ങനെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന ഇത് എൻ്റെ ഒറ്റയ്ക്കുള്ള അഹങ്കാരം കാരണം ഒറ്റയ്ക്ക് തന്നെ ഒട്ടിക്കും എന്ന് വിചാരിച്ചത് കട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കട്ടെല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു ക്ലോത്ത് വെച്ച് നമ്മൾ ഒരു സൈഡ് ഒട്ടിച്ചിട്ട് പയ്യെ ഇളക്കി ആ ക്ലോത്ത് കൊണ്ട് എയർ ബബിൾസ് കളഞ്ഞ് വരികയാണെങ്കിൽ ഇത് സിമ്പിളാണ്. പക്ഷേ ഒറ്റയ്ക്ക് ഒട്ടിക്കുമ്പോൾ വളരെ ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ ഒറ്റയ്ക്ക് ഒട്ടിച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല, കുറച്ച് എയർ ബബിൾസ് എൻ്റെ മേശയിൽ നിന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ ശേഷമുള്ള ലുക്കാണ് ഗൈസ്. കണ്ടോ, കറക്റ്റ് ഒരു മാർബിൾ ഇട്ട പോലെ ഇല്ലേ എൻ്റെ മേശ കാണാനായിട്ട്. ഇത് കുറേ നാൾ കിടക്കും കേട്ടോ. ഇതിൻ്റെ പശ എന്ന് പറഞ്ഞാൽ നമുക്ക് പറിച്ചെടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിൽ അടുത്ത വീഡിയോ കാണുന്നത് വരെ